തമിഴിന് പിന്നാലെ തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിലേക്കും അവൾ എത്തി. ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് പോകുമ്പോഴും അഭിനയത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഭാഷകളെക്കാൾ പ്രധാനമായിരുന്നത് മുഖഭാവം, കണ്ണുകൾ, ശരീരഭാഷ, ക്യാമറയോട് സംസാരിക്കാനുള്ള കഴിവ്. അതാണ് ശ്രീദേവിയുടെ ആദ്യകാല ശക്തി. ഇവിടെ നിന്നാണ് മലയാള സിനിമയുമായി ശ്രീദേവിക്ക് ഉണ്ടായിരുന്ന പ്രത്യേക ബന്ധത്തിലേക്ക് എത്തുന്നത്. 1969 കുമാരസംഭവം, പിന്നീട് സ്വപ്നങ്ങൾ, ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര, പൂമ്പാറ്റ, ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് ഈ ബാലതാരത്തെ പരിചയമായി. പക്ഷേ പൂമ്പാറ്റയാണ് ഒരു വലിയ വഴിത്തിരിവ്. 1971 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീദേവിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാലതാരത്തിനുള്ളത് ലഭിച്ചു. അപ്പോൾ അവൾക്ക് വെറും 8 വയസ്സിനടുത്ത പ്രായം. ഇന്ത്യയിലെ ഒരു കുട്ടി നടി കേരളത്തിൽ നിന്ന് ഒരു സംസ്ഥാന പുരസ്കാരം നേടുന്നു. അത് ശ്രീദേവിയുടെ അഭിനയശേഷിയുടെ ആദ്യത്തെ വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു. കാലം കടന്നു, ബാലതാരത്തിൽ നിന്ന് കൗമാരക്കാരിയായി. 1976 ശ്രീദേവി വീണ്ടും മലയാള സിനിമയിൽ സജീവമായി. അഭിനന്ദനം, കുറ്റവും ശിക്ഷയും, ആലിംഗനം, തുലാവർഷം, തുടർന്ന് 1977 നിരവധി ചിത്രങ്ങൾ. ആശീർവാദം, ആദ്യപാഠം, ആ നിമിഷം, അന്തർദാഹം, അകലെ ആകാശം, അമ്മേ അനുപമേ, നിറകുടം, ഊഞ്ഞാൽ, അംഗീകാരം, സത്യവാൻ സാവിത്രി, വേഴാമ്പൽ, ഇങ്ങനെ നിരവധി സിനിമകൾ. ഇതിൽ അംഗീകാരം പ്രത്യേകമായി പറയേണ്ട ചിത്രമാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.